അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നാം എല്ലാവരും വലിയ ആകാംക്ഷയോടെ കാത്തിരുന്ന പരിശുദ്ധമായ മുഹറം 10 ആശൂറ ദിവസം, മാത്രമല്ല ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലാഹു സുബ്ഹാനഹു തആല ആദരിച്ച ബഹുമാനിച്ച ദിവസം, ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന ദിവസം, മാത്രമല്ല ദുആക്ക് ഇജാബത്തുള്ള ദിവസം. അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകൾക്കും സൽക്കർമ്മങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല വലിയ വലിയ പ്രതിഫലങ്ങൾ നൽകുന്ന സമയം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. ഈ മുഹറം മാസത്തിലെ ഈ പുണ്യ സമയത്ത്, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷം, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ ആയത്ത്, ഇത് നിങ്ങൾ ഒരു വട്ടം നിങ്ങൾ ഒരു വെള്ള കടലാസിൽ എഴുതി വെച്ചാൽ, ആ എഴുതി വെക്കുന്ന സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്യും. മാത്രമല്ല സമ്പത്ത് വർദ്ധിക്കും, ദാരിദ്ര്യമുണ്ടാകില്ല. ഈ എഴുതി വെച്ച കടലാസ് നിങ്ങൾ ഒരു കച്ചവട സ്ഥാപനത്തിൽ വെക്കുകയാണെങ്കിൽ അവിടെ കച്ചവടം പൊടിപൊടിക്കും, കച്ചവടം വർദ്ധിക്കും, നിങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകും. നിങ്ങളുടെ വീട്ടിലാണ് വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മരണം വരെ സാമ്പത്തികമായിട്ടൊരു പ്രയാസവും ഉണ്ടാകില്ല. നിങ്ങൾ ഈ ആയത്ത് നിങ്ങളുടെ പേഴ്സിലാണ് എഴുതി സൂക്ഷിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പൈസക്ക് ഒരു സമയത്തും ബുദ്ധിമുട്ടുണ്ടാകില്ല. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ അടുത്ത് ക്യാഷ് ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, പരിശുദ്ധമായ മുഹറം മാസത്തിലെ ഈ പുണ്യ സമയത്ത് നിങ്ങൾ ഈ ആയത്ത് ഒരു വട്ടം വെള്ളക്കടലാസിൽ എഴുതുക. ഏതെല്ലാം സ്ഥലത്താണോ നിങ്ങൾക്ക് വെക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ വെക്കാം, അതുപോലെ നിങ്ങളുടെ പേഴ്സിൽ വെക്കാം, നിങ്ങളുടെ കച്ചവട സ്ഥലത്ത് വെക്കാം, നമ്മുടെ ഓഫീസുകളിൽ വെക്കാം, കൃഷിയിടങ്ങളിൽ വെക്കാം. ഇങ്ങനെ നമുക്ക് എവിടെയെല്ലാമാണോ നമുക്ക് ബറക്കത്തുണ്ടാകേണ്ടത്, സാമ്പത്തിക ഐശ്വര്യമുണ്ടാകേണ്ടത്, അവിടെയൊക്കെയും നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നിങ്ങൾ ഈ ഒരു ആയത്ത് വെള്ള പേപ്പറിൽ എഴുതി സൂക്ഷിക്കുക. ഒരു വട്ടം എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ ഇനി നമുക്കൊരു 5-6 സ്ഥലത്ത് വെക്കാനുണ്ടെങ്കിൽ ഒരു 6 വെള്ള കടലാസിൽ വെള്ള പേപ്പറിൽ ഈ ആയത്ത് നിങ്ങൾ എഴുതിക്കൊണ്ട് വെക്കേണ്ട സ്ഥലത്തെല്ലാം നല്ല നിയ്യത്തോടു കൂടി, വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ ആയത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ എഴുതി നിങ്ങൾ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ ഒരു അറിവ് അറിയാൻ ഭാഗ്യം ലഭിച്ചതുപോലെ ഇത് ജീവിതത്തിൽ പകർത്താനും ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആശൂറ ദിവസം, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നാം എല്ലാവരും ഇന്ന് നിലകൊള്ളുന്നത്. ഈ ദിവസത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും ശ്രേഷ്ഠതകളെക്കുറിച്ചും ഞാൻ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടവരാണ്, അറിഞ്ഞവരാണ്, പഠിച്ചവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഗ്രിബ് വരെയുള്ള സമയം ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്. ഒരിക്കലും നമ്മൾ പാഴാക്കി കളയരുത്. ഇന്നത്തെ ദിവസം നിങ്ങൾ ധാരാളം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ അധികരിപ്പിക്കുക, സ്വലാത്ത് ചൊല്ലുന്നത് ധാരാളം അധികരിപ്പിക്കുക. പ്രധാനമായിട്ടും ഇന്നത്തെ ദിവസം ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. മാത്രമല്ല ഇന്നത്തെ ദിവസം നിങ്ങൾ കുടുംബത്തിൽ വിശാലത ചെയ്യുക, കുടുംബത്തിൽ എല്ലാവരോടും നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുക. നിങ്ങൾക്ക് കഴിയുന്ന ഒരു തുക സ്വതക നൽകുക. പ്രധാനമായിട്ടും നിങ്ങൾ കുടുംബബന്ധം ഇന്ന് പുലർത്തുക. പിണങ്ങി നിൽക്കുന്നവരോട് ഇണങ്ങുക. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് ഒരു യാസീൻ ഓതി അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഗീബത്ത് നമീമത്ത് പറയാതെ, മറ്റുള്ളവരെ കുറ്റം പറയാതെ, ആരോടും ദേഷ്യപ്പെടാതെ, വഴക്കിടാതെ, സ്നേഹത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി ഇന്നത്തെ ദിവസം നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചിലവഴിച്ചാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ രക്ഷപ്പെട്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ഈ പരിശുദ്ധമായ മുഹറം 10ൻ്റെ എല്ലാ പോരിശയും, എല്ലാ ഹൈറാത്തുകളും, എല്ലാ പ്രതിഫലങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തും ഖബറിലും പരലോകത്തും നമുക്ക് നൽകുമാറാകട്ടെ.
പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിയങ്ങളെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, ഇന്ന് അസറിൻ്റെ ശേഷം അല്ലെങ്കിൽ മഗ്രിബിൻ്റെ ശേഷം ഏറ്റവും ഉത്തമമായത് അസറിൻ്റെ ശേഷമാണ് ഈ കാര്യം ചെയ്യാൻ നല്ലത്. നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അറാഫിലെ ഒരു മഹത്വമേറിയൊരു ആയത്താണ് നിങ്ങൾ വെള്ളക്കടലാസിലേക്ക് എഴുതി സൂക്ഷിക്കേണ്ടത്. സൂറത്തുൽ അറാഫ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 7-ാമത്തെ അധ്യായമാണ് പരിശുദ്ധമായ സൂറത്തുൽ അറാഫ്. അതായത് സൂറത്തുൽ ഫാത്തിഹ മുതൽ എണ്ണി വരുമ്പോൾ 7-ാമത്തെ സൂറത്താണ് സൂറത്തുൽ അറാഫ്. ഈ സൂറത്ത് പ്രിയപ്പെട്ടവരെ ഒരുപാട് മഹത്വമുള്ള സൂറത്താണ്. ഈ സൂറത്ത് ഡെയിലി ഓതുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ വലിയ അനുഗ്രഹങ്ങളാണ് നൽകുന്നത്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല, ഒരുപാട് പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ അറാഫിനെ കുറിച്ച് പറഞ്ഞത്, ഈ സൂറത്ത് ദിവസവും പാരായണം ചെയ്യുന്ന ആളുകൾക്ക് നാളെ ഖിയാമത്ത് നാളിൽ അവരുടെയും ഇബ്ലീസിൻ്റെയും ഇടയിൽ ഒരു മറയുണ്ടാകും. അതായത് ഇബ്ലീസിന് ഒരിക്കലും ഈ സൂറത്ത് പാരായണം ചെയ്ത ആളുകളെ കാണാൻ സാധിക്കില്ല. ഈ സൂറത്ത് പതിവായി ഓതിയ ആളുകളെ. ഇബ്ലീസ് നരകത്തിലേക്ക് പോകേണ്ട ആളാണ്. എന്നാൽ ഈ സൂറത്ത് പാരായണം പതിവായി ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് ഇബ്ലീസിന് ഇവരെ ഒരിക്കലും കാണാൻ സാധിക്കാത്തത്. മാത്രമല്ല, ഈ സൂറത്ത് പതിവായി ഓതിയ ആളുകൾക്ക് നാളെ പരലോകത്ത് ആദം നബി അലൈഹി സ്വലാമിൻ്റെ ശഫാഅത്ത് ലഭിക്കുന്നതാണ്. അതായത് ഈ സൂറത്ത് പാരായണം ചെയ്തവരെ സ്വർഗത്തിൽ കടത്താൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറയാൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതാണ്. ആദം നബി അലൈഹി സ്വലാം വന്ന് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, അവർ സൂറത്തുൽ അറാഫ് പാരായണം ചെയ്തവരാണ്, അവർ സ്വർഗത്തിലേക്കുള്ളവരാണ്, അവരെ സ്വർഗത്തിലേക്ക് കടത്തൂ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും നാളെ പരലോകത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ കഴിയുന്നതും ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്ത് മുഴുവനായിട്ട് ജീവിതത്തിൽ പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നമ്മൾ പാരായണം ചെയ്താൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം, അതുപോലെ ഇബ്ലീസിൽ നിന്നുള്ള രക്ഷ, ആദം നബി അലൈഹി സ്വലാമിൻ്റെ ശഫാഅത്ത്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല. ഈ പരിശുദ്ധമായ സൂറത്തിലെ 10-ാമത്തെ ആയത്താണ് ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷം നമ്മൾ എഴുതി വെക്കേണ്ടത്. ഒരു വെള്ള പേപ്പറിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് അത് നമ്മൾ സൂക്ഷിക്കുക. അസറിൻ്റെ ശേഷം ചെയ്യാൻ പറ്റാത്തവർക്ക് മഗ്രിബിൻ്റെ ശേഷം ചെയ്താലും മതി. ഇനി ഈ വെള്ളിയാഴ്ച നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാൽ നിങ്ങൾക്ക് അടുത്ത വെള്ളിയാഴ്ചയും ചെയ്യാം. ഈ വെള്ളിയാഴ്ച ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ഇന്ന് പരിശുദ്ധമായ മുഹറം 10 ആശൂറ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കഴിയുന്നതും ചെയ്യുക. ഇനി അശുദ്ധിയുള്ള സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ, മെൻസസ് ഉള്ള സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച ചെയ്താലും മതി. ഇതിനു വേണ്ടി നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുക്കുക. പരിശുദ്ധമായ ഖുർആനിലെ 7-ാമത്തെ സൂറത്ത് സൂറത്തുൽ അറാഫ് എടുക്കുക. എന്നിട്ട് ബിസ്മിയൊക്കെ അതുപോലെ തന്നെ എഴുതുക. നമ്മൾ മുഹറം മാസത്തിൽ ബിസ്മി എഴുതിയതുപോലെയല്ല, ഹർഫ് വേറിട്ടൊന്നും, ഹർഫ് വിട്ടോ പുള്ളി വിട്ടോ ഒന്നും തന്നെ എഴുതരുത്. പരിശുദ്ധമായ ഖുർആനിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ നിങ്ങൾ എഴുതിയെടുക്കുക. ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങൾ എഴുതിയാലും മതി. സൂറത്തുൽ അറാഫിലെ 10-ാമത്തെ ആയത്താണ് നമ്മൾ എഴുതേണ്ടത്. ഇത് എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ശുദ്ധി വേണം, വുളൂ വേണം. അപ്പോൾ മെൻസസ് ഉള്ള സ്ത്രീകൾ, വലിയ അശുദ്ധിയുള്ള സ്ത്രീകൾ ഒരിക്കലും ഈ കാര്യം ഇപ്പോൾ ഇത് ചെയ്യേണ്ട. നിങ്ങൾ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായതിൻ്റെ ശേഷം നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച അസ്റിൻ്റെ ശേഷമോ മഗ്രിബിൻ്റെ ശേഷമോ ഈ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ മക്കളോടോ ഭർത്താവിനോടോ ഉപ്പയോടോ ശുദ്ധിയുള്ള മറ്റുള്ള
സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവരെ കൊണ്ട് നിങ്ങൾ ഇത് ചെയ്യിക്കുക. ഏറ്റവും നല്ലത് നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയാണ് നിങ്ങൾ ഈ കാര്യം ചെയ്യേണ്ടത്, അല്ലാത്ത ദിവസമല്ല. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് ഈ അമൽ ചെയ്യേണ്ടത് എന്നാണ്. ഈ ആയത്താണ് നിങ്ങൾ എഴുതി സൂക്ഷിക്കേണ്ടത്. ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് മക്കന്നാകും ഫിൽ അർളി വജഅൽനാ ലകും ഫീഹാ മഈശ ഖലീലം മാ തഷ്കുറൂൻ. എന്താണ് ഈ ആയത്തിലൂടെ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിൽ നമുക്ക് താമസിക്കാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്നു, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. ഈ ഭൂമിയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിക്കാൻ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമി ലോകത്ത് പടച്ചു വെച്ചിട്ടില്ലേ? എന്നാൽ നിങ്ങൾ അതിനൊക്കെയും അള്ളാഹുവിനോട് നന്ദി പറയലുണ്ടോ, നന്ദി കാണിക്കലുണ്ടോ? പലരും പറയലില്ല. ഭക്ഷണം കഴിച്ചാൽ തന്നെ അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹുവിനോട് നന്ദി പറയുന്നവർ വളരെ ചുരുക്കമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ നിങ്ങൾ ഭക്ഷണം എന്നല്ല, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നൽകുന്നത്, ആ സമയത്തൊക്കെ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുക. അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുക. എല്ലാം അള്ളാഹുവിൻ്റെ ഒരു കാവൽ കൊണ്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഒരു സെക്കൻഡ് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ശ്രദ്ധ തിരിച്ചാൽ ഈ പ്രപഞ്ചലോകം തന്നെ തകർന്നു പോകും. എല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം നടന്നു പോകുന്നത്. അതിനൊക്കെയും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയണം. അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും നമ്മളൊരു 1000 പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിലേക്കും കൂടുതൽ അടുക്കും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായി മാറും നമ്മൾ. നമുക്കൊക്കെ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമ്മൾ ചോദിക്കാതെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയത്. ഓരോ ദിവസവും നമ്മൾ ശ്വാസം എടുക്കുന്നില്ലേ? ഈ ശ്വാസം നമ്മൾ അള്ളാഹുവിനോട് ഓരോ ദിവസവും ചോദിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ അതൊക്കെയും അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, അതൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അതൊക്കെയും നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസവും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നാൽ അതൊക്കെയും നല്ല ഭംഗിയായി മനോഹരമായി അല്ലാഹു സുബ്ഹാനഹു തആല അത് ചെയ്തു തീർക്കുന്നു. എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മുടെ വസ്ത്രം, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ബിസിനസ്, നമ്മുടെ ജോലി, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കിവിടെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാൻ സാധിക്കുന്നത്, ജീവൻ നിലനിർത്താൻ സാധിക്കുന്നത്. എല്ലാം അല്ലാഹു നമുക്ക് നൽകിയ വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. അതിനെപ്പോഴും നമ്മൾ അല്ലാഹുവിനോട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ, സാമ്പത്തിക ഐശ്വര്യമുണ്ടാകാൻ, അള്ളാഹുവിൻ്റെ ബറക്കത്ത് നമുക്ക് ലഭിക്കാൻ നമ്മൾ എഴുതി സൂക്ഷിക്കേണ്ട ഈ ആയത്തിൽ പറയുന്നത് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ചെയ്തു തന്നിട്ടുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസ്റിൻ്റെ ശേഷം അല്ലെങ്കിൽ മഗ്രിബിൻ്റെ ശേഷം, അസ്റിൻ്റെ ശേഷമാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് മഗ്രിബിനോട് അടുത്ത സമയമുണ്ടല്ലോ, ആ സമയമൊക്കെ പൊന്നാണ്, വലിയ ശ്രേഷ്ഠതയേറിയ മഹത്വമേറിയ ഒരു സമയമാണ്, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അതുകൊണ്ട് ആ സമയത്തൊക്കെ നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആ സമയത്തൊക്കെ ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് ഇന്ന് പരിശുദ്ധമായ മുഹറം 10 ദിവസമാണല്ലോ, ഇന്ന് ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കാര്യം ഇന്ന് ചെയ്യാൻ പറ്റാത്ത സ്ത്രീകൾക്കൊക്കെ അടുത്ത വെള്ളിയാഴ്ചയോ ഏതെങ്കിലും പറ്റുന്ന വെള്ളിയാഴ്ച ദിവസം അസ്റിൻ്റെ ശേഷമോ മഗ്രിബിൻ്റെ ശേഷമോ ഈ ഒരു കാര്യം ചെയ്യുക. ഈ ആയത്ത് നിങ്ങൾ ഒരു വട്ടം വെള്ള പേപ്പറിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേഴ്സിലോ നിങ്ങളുടെ വീട്ടിലോ അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങളിലോ ഓഫീസുകളിലോ കൃഷിയിടങ്ങളിലോ സൂക്ഷിക്കുക.
ഇനി നിങ്ങൾക്ക് എല്ലായിടത്തും ഇതുപോലെ സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾ എത്ര സ്ഥലത്താണ് സൂക്ഷിക്കേണ്ടത് അത്രയും വെള്ള പേപ്പർ എടുത്ത് അത്രയും എണ്ണം നിങ്ങൾ ഇത് എഴുതിയെടുത്ത് അത് നിങ്ങൾ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് എഴുതി സൂക്ഷിച്ചാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആ സ്ഥലങ്ങളിലൊക്കെ ബറക്കത്ത് നൽകും. അവിടെയൊക്കെയും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും, സാമ്പത്തിക ഐശ്വര്യമുണ്ടാകും, ദാരിദ്ര്യം പിന്നീട് ജീവിതത്തിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ കാര്യം ഇന്ന് മറക്കാതെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. സാമ്പത്തികമായിട്ട് ഐശ്വര്യം നൽകട്ടെ, ദാരിദ്ര്യം നൽകാതിരിക്കട്ടെ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അത് വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ. ഈ പരിശുദ്ധമായ മുഹറം 10 എല്ലാ ഖൈറാത്തുകളും പോരിശകളും നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.